അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂസ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 96-ാമത്തെ അധ്യായമായ സൂറത്തുൽ അലഖാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അലഖിലെ അവസാന ഭാഗമാണ് ഇന്ന് നാം പഠിക്കുന്നത്. 15 മുതൽ 19 വരെയുള്ള സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ ناصية كاذبة خاطئة فليدع نادية سندع الزبانية كلا لا تطعه واسجد واقترب. കഴിഞ്ഞ ക്ലാസ്സിൽ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അവിടുത്തെ തടയാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആയത്തുകൾ വന്നത്. അതിൽ അള്ളാഹു നമ്മോട് ഒരു വിധി കൽപ്പിക്കാൻ പറയുന്നുണ്ട്. എന്താണ്? സന്മാർഗത്തിൽ സഞ്ചരിക്കുന്ന, ധർമ്മം കൽപ്പിക്കുന്ന പ്രവാചകൻ ഒരു വശത്ത്, മറുവശത്ത് സത്യത്തെ കളവാക്കുകയും പിന്തിരിയുകയും ചെയ്യുന്ന അബൂജഹൽ. എങ്കിൽ നിങ്ങൾ ഏത് നിലക്കാണ് വിധി കൽപ്പിക്കുക എന്നാണ്. ഒടുവിൽ അല്ലാഹു തആല അബൂജഹലിനെ വെല്ലുവിളിച്ചുകൊണ്ട് വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ഈ അവസാന ആയത്തുകളിൽ. കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. കല്ലാ, അങ്ങനെയല്ല. നേരത്തെ വന്നല്ലോ. അഥവാ അബൂജഹലിൻ്റെ ഈ നിലപാട് ഒരിക്കലും സത്യമല്ല, നീതിയല്ല. ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. ല തീർച്ചയായും, ഇൻ എങ്കിൽ, ലം ഇല്ല, ലഇൻ ലം ഇല്ലെങ്കിൽ, യൻതഹി ഇൻതഹ യൻതഹി അവസാനിപ്പിച്ചു, വിരമിച്ചു എന്നാണ് അർത്ഥം. ലഇൻ ലം യൻതഹി അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെയുള്ള ധിക്കാരപരമായ പ്രവൃത്തിയിൽ നിന്ന് ഇയാൾ വിരമിച്ചിട്ടില്ലെങ്കിൽ, ല തീർച്ചയായും, നസ്ഫഅൻ സഫഅ യസ്ഫഉ പിടിച്ചു വലിച്ചു എന്നാണ്. നസ്ഫഉ നാം പിടിച്ചു വലിക്കും. നസ്ഫഅൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്നാണ് ഉദ്ദേശം. ലനസ്ഫഅൻ തീർച്ചയായും നാം പിടിച്ചു വലിക്കും. ബിന്നാസിയ കുടുമ പിടിച്ചു വലിക്കും. എന്താ കുടുമ? മുടി നീട്ടി വളർത്തിയിട്ട് അതിങ്ങനെ ഒന്നായിട്ട് മുകളിലേക്ക് മുൻവശത്തേക്ക് കൂട്ടി കെട്ടിവെക്കുന്ന രീതിയില്ലേ, പഴയ രാജാക്കന്മാരുടെയും മറ്റും രീതിയാണത്. അപ്പം അങ്ങനെയുള്ള അവൻ്റെ കുടുമ നാം പിടിച്ചു വലിക്കും. അള്ളാഹു പറയാണ്, കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ. അവൻ ഈ ധിക്കാരത്തിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ അവൻ്റെ കുടുമ നാം പിടിച്ചു വലിക്കും. ഏത് കുടുമയാണ്? നാസിയത്തിൻ ഖാദിബത്തിൻ ഖാത്തിഅ. നാസിയ അതൊരു കുടുമയാണ്. ഖാദിബ കള്ളം പറയുന്ന കുടുമ. ഖാത്തിഅ തെറ്റ് ചെയ്യുന്ന കുടുമ. കള്ളം പറയുകയും തെറ്റ് ചെയ്യുകയും ചെയ്യുന്ന അവൻ്റെ കുടുമ നാം പിടിച്ചു വലിക്കും. അപ്പോൾ കുടുമ എന്നത് ഈ കെട്ടിവെച്ച മുടി തന്നെ ആവണമെന്നില്ല. അയാളുടെ മാനസികാവസ്ഥയാണ്. അഹങ്കാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അയാളുടെ പ്രകൃതത്തെക്കുറിച്ചാണ് അള്ളാഹു അങ്ങനെ പറയുന്നത്. സമ്പത്തും അധികാരവുമൊക്കെ മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണത്. മനുഷ്യനിൽ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ സൃഷ്ടിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് എന്ന് അതിനെക്കുറിച്ച് ഒരു പഠനവുമുണ്ട്. നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ. അബൂജഹലിനെ കുറിച്ച് പൊതുവെ പറയുന്നത് അയാൾ നാവെടുത്താൽ കള്ളം പറയുന്ന, എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന പ്രകൃതമായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഖാദിബത്തിൻ ഖാത്തിഅ എന്ന് ഇവിടെ എടുത്തു പറയുന്നത്. എന്നിട്ടോ അടുത്ത വെല്ലുവിളി, ഫൽ യദ്ഉ നാദിയ. ഫ അതിനാൽ ദഅ യദ്ഉ വിളിച്ചു എന്നാണ് അർത്ഥം.
പ്രാർത്ഥിച്ചു എന്നും അർത്ഥമുണ്ട്. ലിയദ്ഉ അവൻ വിളിക്കട്ടെ, നാദിയഹു നാദി എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് എന്നർത്ഥമുണ്ട്, ആൾക്കൂട്ടം, ആൾക്കാർ എന്നൊക്കെയുള്ള അർത്ഥമാണ്. നാദിയഹു അവൻ്റെ ആൾക്കാരെ, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അവൻ വിളിച്ചു കൊള്ളട്ടെ. ഫൽ യദ്ഉ നാദിയ സ നദ്ഉ സ തീർച്ചയായും പിന്നീട് നദ്ഉ നാമും വിളിക്കും, അസ്സബാനിയ ഫൽ യദ്ഉ നാദിയ സനദ്ഉ സബാനിയ നാം നമ്മുടെ സബാനിയത്തിനെ വിളിക്കും. എന്താ സബാനിയ? പോലീസ്, പട്ടാളം എന്നൊക്കെ അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷയുടെ മലക്കുകൾ എന്നാണ്. സനദ്ഉ സബാനിയ ശിക്ഷയുടെ മലക്കുകളെ നാമും വിളിക്കും എന്ന് അള്ളാഹു വീണ്ടും വെല്ലുവിളി നടത്തുകയാണ്. അവൻ അവൻ്റെ ആൾക്കാരെ വിളിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് അയാൾ ശ്രമിച്ചിരുന്നു. അയാളുടെ അനുയായികളെ വിളിച്ചിട്ട് നിങ്ങൾ തടയണം എന്ന് പറയാറുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ഇയാളെ ഇല്ലാതെയാക്കിക്കളയും എന്നൊക്കെ പറയായിരുന്നു. ആ ആൾക്കൂട്ടത്തെ അവൻ വിളിക്കട്ടെ. സനദ്ഉ സബാനിയ നമ്മുടെ ശിക്ഷയുടെ മലക്കുകളെ നാമും വിളിക്കും എന്ന് അള്ളാഹു പറയാണ്. ഇങ്ങനെ വലിയ ഒരു വെല്ലുവിളിയുടെ സ്വരമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലേ? കല്ലാ ലഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ അവൻ ഈ ധിക്കാരത്തിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ അവൻ്റെ കൊടുമ നാം പിടിച്ചു വലിക്കും. ഏത് കൊടുമയാണ്? നാസിയത്തിൻ കാദിബത്തിൻ ഖാത്തിഅ കള്ളം പറയുന്ന, തെറ്റ് ചെയ്യുന്ന കൊടുമയാണ്. ഫൽ യദ്ഉ നാദിയ അവൻ്റെ ആൾക്കാരെ അവൻ വിളിച്ചോട്ടെ. സനദ്ഉ സബാനിയ നാം ശിക്ഷയുടെ മലക്കുകളെ നാമും വിളിക്കും. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും. എന്താണ്? അപ്പോൾ അബൂജഹൽ ഇത്രയും ഭയങ്കരനാണോ? അള്ളാഹു വെല്ലുവിളിക്കാൻ മാത്രം, അത്രയും ചാലഞ്ച് ഏറ്റെടുക്കാനുള്ള കരുത്ത്, അള്ളാഹുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ മാത്രം അബൂജഹൽ ഉഷാറാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും, അല്ലേ? ഇതൊരു ശൈലി മാത്രമാണ്. അള്ളാഹു സംബന്ധിച്ചിടത്തോളം ഒരാളെ ഇല്ലാതെയാക്കാൻ പ്രയാസമുണ്ടോ? അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണല്ലോ സകലരും. അതുകൊണ്ട് തന്നെ കുൻ അവൻ ഇല്ലാതെയാവട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ഇല്ലാതെയാകും. പിന്നെ എന്തിനാണ് ഈ വെല്ലുവിളി? യഥാർത്ഥത്തിൽ ഇവിടെ മക്കയിലാണ് സംഭവം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അനുയായികൾ വളരെ കുറവാണ്. അവർ തന്നെയും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് മാനസികമായിട്ട് കരുത്ത് നൽകാൻ, ഒരു കോൺഫിഡൻസ് നൽകാൻ വേണ്ടിയിട്ട്, ആത്മവിശ്വാസം നൽകാൻ വേണ്ടിയാണ് അള്ളാഹു തആല ഈ ശൈലിയിൽ സംസാരിക്കുന്നത്. അള്ളാഹുവിന് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇല്ലാതെയാക്കാവുന്നതാണ് അവരെ. പക്ഷേ ഇങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ ഒരു ഏറ്റുമുട്ടലിന് രംഗത്ത് വരൂ എന്ന ശൈലിയിൽ അള്ളാഹു തആല വിഷയം പറയാണ്. ഒടുവിൽ അവസാനത്തെ ആയത്തിൽ അള്ളാഹു 3 കാര്യങ്ങളാണ് പറയുന്നത്. കല്ല അങ്ങനെയല്ല, റസൂലിനോട് പറയാണ്, ലാ അരുത്, ലാ തുത്യഹു അതാഅയുത്യു അനുസരിച്ചു, തുത്യു നീ അനുസരിക്കുന്നു. ഇപ്പോൾ ലാ മുമ്പിൽ വന്നപ്പോൾ ലാ തുത്യ നീ അനുസരിക്കരുത്, ഹു അവനെ. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ അബൂജഹലിനെ അനുസരിക്കുന്നവനാകരുത്. പിന്നെ എന്ത് ചെയ്യണം? വസ്ജുദ് നീ സുജൂദ് ചെയ്യൂ, അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമ്പൂർണമായി സമർപ്പിക്കൂ. അതോടൊപ്പം ഇഖ്തരിബ് നീ അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുകയും ചെയ്യൂ എന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കാൻ. ഇഖ്തറബ യഖ്തരിബു സാമീപ്യം തേടുക എന്നാണ് അർത്ഥം. ലാ തുത്യഹു വസ്ജുദ് വഖ്തരിബ് 3 കാര്യങ്ങളാണ് പറയുന്നത്, അല്ലേ? ഇങ്ങനെ തിന്മയുടെ ആളുകൾ പലപ്പോഴും ഉറഞ്ഞു തുള്ളുന്ന അവസ്ഥയുണ്ടാകും. അക്രമികളായിട്ടും ധിക്കാരികളായും പല വിധത്തിലും സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആളുകൾക്കെതിരിൽ രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരിക്കലും അവർക്ക് വഴങ്ങുന്ന അവസ്ഥ ഉണ്ടാകരുത്. ലാ തുത്യഹു കല്ല ലാ തുത്യഹു അങ്ങനെയല്ല, അവനെ അനുസരിച്ചു പോകരുത് എന്ന് അള്ളാഹു ഉണർത്താണ്. ചിലപ്പോൾ അവർ സമ്പത്ത് കൊണ്ട്, അധികാരം നൽകിയിട്ട്, അങ്ങനെ പലതും നൽകി മോഹിപ്പിച്ച് കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തും. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത്. പല വിധത്തിലും പല അധികാരങ്ങളും നൽകിയിട്ട്, ഭൗതികമായ വിഭവങ്ങൾ നൽകിയിട്ടൊക്കെ ആൾക്കാരെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. ലാ തുത്യഹു അങ്ങനെയുള്ളവർക്ക് വഴങ്ങരുത്, അവരനുസരിക്കരുത്.
വസ്ജുദ്, നീ സുജൂദ് ചെയ്യുക, അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് നമസ്കാരത്തിലൂടെ കൂടുതൽ കരുത്ത് നേടാൻ പറയാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? വസ്തഈനു, നിങ്ങൾ സഹായം തേടുവിൻ, ബിസ്സബ്രി വസ്സല, സബ്ർ കൊണ്ട്, ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം തേടുവിൻ എന്നാണ്. അപ്പോൾ നമുക്ക് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമസ്കരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സമാധാനം ഉണ്ടാവും. എന്നിട്ട് പറയാണ് വഖ്തരിബ്, അള്ളാഹുവിൻ്റെ സാമീപ്യം നേടുക. അങ്ങനെ വരുമ്പോൾ മറ്റൊന്നിനെയും ഭയപ്പെടാത്ത സ്വസ്ഥമായ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പ്രത്യേകിച്ചും നമസ്കാരത്തിലൂടെ സാധിക്കുന്നൊരു കാര്യമാണത്, അല്ലേ? നമ്മൾ കൂടുതലായി അള്ളാഹുമായിട്ട് അടുക്കുന്നത് നമസ്കാരത്തിൽ തന്നെ സുജൂദിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? നമ്മൾ ഖുർആനിൽ നോക്കിയാൽ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ് എന്ന ആയത്തിൽ അവിടെ ഒരു മുസല്ല പോലെ ഒരു ചിഹ്നം കാണിച്ചത് കാണാം. എന്താ ഉദ്ദേശം? അവിടെ നമ്മൾ സുജൂദു തിലാവ നിർവഹിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നമസ്കാരത്തിലാണെങ്കിൽ ഉടനെ സുജൂദിലേക്ക് പോയിട്ട് പിന്നെ ഉയർന്നു വന്ന് ഒന്നുകിൽ മറ്റൊരു സൂറ പാരായണം ചെയ്യാം, അതല്ലെങ്കിൽ നേരെ റുക്കുവിലേക്ക് പോകുന്ന രീതി സ്വീകരിക്കാം. ഇനി മറ്റു വല്ല സന്ദർഭത്തിലും ഖുർആൻ ഓതുമ്പോഴാണെങ്കിലോ ഖുർആൻ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾ സുജൂദിലേക്ക് പോകുന്നു. എന്നിട്ട് പ്രത്യേകമായ ഒരു ദിക്ർ ചൊല്ലേണ്ടതുണ്ട്. സജ്ജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന ദിക്റാണിത്. നമ്മൾ കാണാതെ പഠിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സജ്ജദ വജ്ഹിയ, എൻ്റെ മുഖം സുജൂദ് ചെയ്തിരിക്കുന്നു. ലില്ലദി ഖലഖഹു, അതിനെ സൃഷ്ടിച്ചവൻ്റെ മുമ്പിൽ. വസവ്വറഹു, അതിനെ രൂപപ്പെടുത്തുകയും ചെയ്തവൻ്റെ മുമ്പിൽ. വശഖ സമഅഹു വബസറഹു, അതിന് കണ്ണും കാതും നൽകുകയും ചെയ്തവൻ്റെ മുമ്പിൽ. സജ്ജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. ഹൗൽ കഴിവ് എന്നാണ് അർത്ഥം. ബിഹൗലിഹി തൻ്റെ കഴിവിനാൽ, വഖുവ്വതിഹി തൻ്റെ ശക്തിയാലും. ഫതബാറകല്ലാഹ്, അള്ളാഹു അനുഗ്രഹമുടയവനത്രേ. അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനായ അള്ളാഹു അനുഗ്രഹമുള്ളവനാണ്, അനുഗ്രഹിക്കുവാൻ കഴിവുള്ളവനാണ് എന്നുകൂടി ചേർത്ത് പറയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഇങ്ങനെ അള്ളാഹുവെ വാഴ്ത്തി പറയണം സുജൂദിൽ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഇനി സുജൂദ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ യാത്രക്കിടയിലേക്ക് അങ്ങനെ ഓതിപ്പോകുമ്പോഴും ഈ ദിക്ർ ചൊല്ലാം. അങ്ങനെയാണ് ആ സുജൂദിൽ ചെയ്യേണ്ടത്. ഈ സുജൂദിന് സുജൂദു തിലാവ, ഖുർആൻ പാരായണ വേളയിൽ നിർവഹിക്കേണ്ട സുജൂദ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ നിലയിൽ ഈ സൂറ പാരായണം ചെയ്യുമ്പോൾ നിർവഹിക്കണം. ഖുർആൻ്റെ വേറെയും ഒരുപാട് സന്ദർഭങ്ങളിൽ 14 സ്ഥലങ്ങളിൽ ഇതുപോലെ സുജൂദ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. ഏതായാലും ഈ സൂറ വളരെ സവിശേഷമായ ആശയങ്ങൾ നമുക്ക് പകർന്നു തരുന്നുണ്ട്. എല്ലാം കൃത്യമായിട്ട് പഠിച്ച് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.